തൗബ എന്താണ്? ആരെങ്കിലും പറയുന്ന വാചകങ്ങൾ ഏറ്റുപറയലല്ല. അവനവന്റെ മനസ്സ് അത് പൊട്ടിക്കരഞ്ഞ റഹ്മാനായ റബ്ബിനോട് ഒറ്റക്കിരിക്കെ. റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐനാ, ഒരു മനുഷ്യനതാ ഒറ്റക്കൊഴിഞ്ഞിരിക്കുന്നു. അവനെ ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഒരു വേള അവന്റെ കുടുംബം പോലും അറിയുന്നില്ല. അവൻ ഒറ്റക്കൊഴിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിനെ ഓർക്കുകയാണ്, തന്റെ പാപങ്ങൾ ഓർത്തു. എത്രയാണ് റബ്ബേ, അറിയുന്നതും അറിയാത്തതും ചെറുതും വലുതുമായ എന്തൊക്കെയാണ് കഴിഞ്ഞു കടന്നുപോയത്. അത് മനസ്സിൽ കൊണ്ടുവരിക. ഓർക്കുന്നതും അറിയുന്നതും അറിയാത്തതും ഒക്കെ ഉണ്ടാകും, പലതുമുണ്ടാകും. വൻ പാപങ്ങൾ ഓർത്ത് അത് എണ്ണി പറയണം അള്ളാഹുവിനോട് കൃത്യമായി. ഇനി റബ്ബേ, ആ പാപങ്ങളെ കുറിച്ചുള്ള അഗാധമായ ഖേദം എനിക്കുണ്ടെന്ന് എൻ്റെ റബ്ബിന് മനസ്സിലാകണം. അതാണ് കഴിഞ്ഞുപോയ പാപങ്ങളെ കുറിച്ചുള്ള അഗാധമായ ഖേദം. അത് നാവുകൊണ്ട് രേഖപ്പെടുത്തുന്ന ഖേദമല്ല, എൻ്റെ ഖൽബ് റബ്ബിനറിയണം, അത് റബ്ബിനറിയാം. ഇനി ഒരിക്കലും അത്തരം ഒരു പാപത്തിലേക്ക് പോകില്ല എന്ന ദൃഢനിശ്ചയമുണ്ടാകണം. അതാ തൗബ. അല്ലാതെ അവസരം കിട്ടിയാൽ, റമദാൻ കഴിഞ്ഞാൽ, ശവ്വാൽ പിറകണ്ടാൽ ഇനി എനിക്ക് തോന്നിയതുപോലെയൊക്കെ ജീവിക്കാം, ഇപ്പൊ ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണെന്നാണോ ചിന്തിക്കുന്നത്? വൃഥാവിലാണ് ആ തൗബ. ഞാൻ പോകുന്ന ജീവിതത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല റബ്ബേ, ഇനി മുതൽക്ക് എൻ്റെ ജീവിതം ശുദ്ധമായിരിക്കും അല്ലാഹ് എന്ന കൃത്യമായ നിലക്ക് റഹ്മാനായ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. നിരവധി അനവധി വാചകങ്ങളുണ്ട്.